പണ്ടത്തെ സിനിമയിൽ പറയില്ലേ മോഹൻലാൽ, തുമ്പാണോ തുമ്പിയാണോ എന്ന് അവർ തീരുമാനിക്കും. പക്ഷേ എനിക്കിതിനൊരു തുമ്പും തുമ്പിയൊന്നും കിട്ടിയില്ല. പിന്നെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ ഫോൾസ് റിവ്യൂസും ഭയങ്കര കിടിലാണെന്നൊക്കെ രീതിയിലുള്ള ഫോൾസ് റിവ്യൂസും ഫോൾസ് ടിക്കറ്റ് സെയിൽസൊക്കെ കാണിക്കാൻ പറ്റും. എടുത്തു പറയുന്ന ത്രില്ലർ മൂവിയല്ലേ, അത് നല്ല ഒരു കാണുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് തന്നെ. വേറൊന്നും പറയില്ല, നല്ല കഥാപാത്രങ്ങളും കൊള്ളാം, സൂപ്പർ. നല്ല മൂവിയാണ് കേട്ടോ. നല്ല കഥയുണ്ട്, നല്ല ആക്ടേഴ്സൊക്കെയാണ്, നല്ല നല്ല അഭിപ്രായം. നല്ല പടം, നല്ല ആക്ഷൻ മൂവി, ഫാമിലി ടച്ചായിട്ട് കണക്ട്, മോശമൊന്നുമില്ല. എല്ലാവരും അഭിനയം മോശമൊന്നുമില്ല, നല്ലൊരു സ്റ്റോറി. കേസ് ഡയറി നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ത്രില്ലർ മൂവിയാണ്, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പിന്നെ നല്ല സിനിമ, നല്ല നായക, പുതിയ നായകന്മാരാണ്, നായികയാണ്, കൊള്ളാം, എല്ലാം കൊണ്ടും കൊള്ളാം. ഓഡിയൻസിന് കണക്ട് ആവുന്ന സിനിമയാണ്. എടുത്തു പറയുന്ന ത്രില്ലർ മൂവിയല്ലേ, അത് നല്ല ഒരു കാണുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് തന്നെ. സൂപ്പർ സിനിമയായിരുന്നു, നല്ല സിനിമ. വേറൊന്നും പറയില്ല, നല്ല കഥാപാത്രങ്ങളും കൊള്ളാം, സൂപ്പർ. നല്ല മൂവിയായിരുന്നു. എടുത്തു പറയത്തക്ക അവരുടെ ആക്ഷൻസ്, സ്റ്റണ്ടൊക്കെ അടിപൊളിയായിരുന്നു, അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് കണ്ണനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ നല്ല പടമായിരുന്നു. ആക്ഷനൊക്കെ നന്നായിട്ടുണ്ട്, ത്രില്ലിംഗ് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ലതായിരുന്നു, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ട് ത്രില്ലടിച്ചിരിക്കാനൊക്കെ ഉണ്ട്. ഞാൻ ഈ സിനിമ കാണാൻ വന്നത് വേറെ എന്തോ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ഈ സിനിമ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആൾക്കാർ വേറെ എന്തോ രീതിയിലാണ് അവരവരുടെ പ്രതീക്ഷകൾ, ഓഡിയൻസിൻ്റെ പ്രതീക്ഷകൾ രണ്ടും വന്ന് മീറ്റ് ചെയ്തിട്ടില്ല. ഏതായാലും ഞാൻ ഈ പേര് കേട്ടപ്പോൾ മേ ബി എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഇത് കാണുമെന്ന് വെച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇത് പണ്ടത്തെ സിനിമയിൽ പറയില്ലേ മോഹൻലാൽ, തുമ്പാണോ തുമ്പിയാണോ എന്ന് അവർ തീരുമാനിക്കും. പക്ഷേ എനിക്കിതിനൊരു തുമ്പും തുമ്പിയൊന്നും കിട്ടിയില്ല. സോറി, ഇങ്ങനെ ഒരു മൂവിയിലോട് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഒരു ആർട്ടാണല്ലോ, ഓഡിയൻസിനോടൊപ്പം കമ്മിറ്റ്മെൻറ്റ് വേണം. അപ്പോൾ ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത്, അത് വേറെ എന്തെങ്കിലും മോട്ടിവേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല. സ്റ്റാർ കാസ്റ്റിന് കുറവൊന്നുമില്ല. അത് റിയാസ് ഖാനുണ്ട്, ബാലയുണ്ട്, രാഹുൽ മാധവുണ്ട്, ഈവൻ മമ്മൂട്ടിയുടെ നെവ്യൂ അസ്ഗർ അല്ലേ, അതേ ഉണ്ട്. അതൊരു പുതിയതായിട്ട് ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഇതുണ്ട്. അപ്പം പിന്നെ വിജയരാഘവൻ്റെ ഡേറ്റും കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ നാഷണൽ അവാർഡൊക്കെ ജയിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുഴപ്പമില്ലാത്തൊരു കാസ്റ്റാണ്, മോശം കാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒരു കിട്ടുമ്പോൾ തന്നെ അതനുസരിച്ച് ഇപ്പം എത്ര ആയിരുന്നാലും കൂടി ഇപ്പോൾ ഒരു 1 or 2 crores ഈ സിനിമയ്ക്ക് സ്പെൻഡ് ചെയ്താലേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ വി ഷുഡ് സ്പെൻഡ് ദ മണി വൈസ്ലി. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ പേർപ്പസ്. ഇങ്ങനത്തെ മൂവീസ് ഉണ്ടാക്കിയിട്ട് ഇപ്പം ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓരോരോ ഡീറ്റെയിൽസ് ഓരോരോ സിനിമയെക്കുറിച്ച് കിട്ടുന്നുണ്ട്. അടുത്ത മാസം അറിയാം ഈ സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന വല്ല കോടികൾ ചിലവാക്കിയിട്ട് വല്ല ആയിരങ്ങളോ അല്ല ചില ലക്ഷങ്ങൾ മാത്രമൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം. പിന്നെ എന്തിനാണെന്ന് പറഞ്ഞിട്ടോ, പിന്നെ ഒരുപാട് ഞാനിപ്പോൾ കാണുന്നുണ്ട് എന്തിനാണ് ഇത്രയും വലിയ സിനിമ. ഇപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, വേറെ പല സിനിമകളും ഇപ്പോൾ ഇറങ്ങിയ പല സിനിമകളും കണ്ടീഷൻ കാണുന്നതെന്ന് വെച്ചാൽ കോടികളങ്ങ് വലിച്ചു വരെ അങ്ങ് ഇറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞപ്പോൾ മാർക്കറ്റിംഗ് ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നു ഈ 200, 300, 400 കോടി രൂപ ബഡ്ജറ്റുള്ള മൂവീസ് പോലും എനിക്ക് തോന്നുന്നു ഒരു 100 കോടി അല്ലെങ്കിൽ 50 കോടി രൂപ മാറ്റി വെച്ചേക്കാണ്. വേറെ ഒന്നിനുമല്ല, ആദ്യത്തെ ഇനീഷ്യൽ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി. അപ്പം ഈ നമ്മൾ ബുക്ക് മൈ ഷോയും മറ്റേത് നോക്കുമ്പോൾ ഫുള്ള് ടിക്കറ്റ് കിട്ടാനില്ല. അപ്പോൾ ആൾക്കാരേക്ക് എൻ്റെ ഭയങ്കര കിട്ടില്ല സിനിമയാണെന്ന് പറയും. അതിന് ശരിക്കും അറിയണമെങ്കിൽ സെക്കൻഡ് വീക്ക് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ സിനിമ എത്രത്തോളം കണക്ട്, ഇത് എത്രത്തോളം ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്തിനാണ് ഇങ്ങനെ സിനിമ ഇട്ടത്. വൈ യു ലൈക്ക് ഡൂയിങ് ദിസ് ടു ദ ക്രാഫ്റ്റ്. ആൾക്കാർക്ക് ഒന്നാതെ തിയേറ്ററിൽ വന്ന് കാണാൻ ആഗ്രഹം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ബിഗ് ബഡ്ജറ്റ് ആയിരുന്നു ലോ ബഡ്ജറ്റ് ആയിരുന്നാലും ഇച്ചിരെങ്കിലും കമ്മിറ്റ്മെൻറ്റ് കാണിച്ച് തുടങ്ങേണ്ട സമയം. ഇതിപ്പം ഇത് മാത്രമല്ല, ലെറ്റ് ഇറ്റ് ബി എനി മൂവി. ഞാനിപ്പോൾ ഈയിടെ കണ്ട സിനിമ ഇപ്പം കൂലി ആയിരുന്നാലും War 2 ഒക്കെ ആയിരുന്നാലും ഇവിടെ ഈ ഒരു സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് 2 കോടി രൂപ അല്ലായിരിക്കും. മറ്റേ സിനിമയ്ക്കൊക്കെ 200, 300, 400 കോടി രൂപ. വാട്ട് ഈസ് ദ കമ്മിറ്റ്മെൻറ്റ് യു ആർ ഗോയിങ് ടു ഗിവ് ടു ദ ഓഡിയൻസ്? ക്രാഫ്റ്റിൽ എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ? എന്താണ് ചെയ്യാൻ നോക്കുന്നത്? ഒരു ഹൈപ്പ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് പോകാനാണെങ്കിൽ ഓക്കെ ഫൈൻ, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ. എന്നെപ്പോലത്തെ ഒരു വ്യക്തിയുടെ ഇതിനൊരു കമൻട്രിയുടെ പോലും അതിന് അർഹിക്കുന്നില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. വളരെ എക്സ്പെക്റ്റേഷനോടാണ് ഓരോ സിനിമ ഞാൻ പോയി കാണുന്നത്, ഇറസ്പെക്റ്റീവ് ഹൂസ് മേക്കിംഗ് ഇറ്റ്, ഹൂസ് ആക്ടിങ്. എന്നെപ്പോലത്തെ ഒരു വ്യക്തി വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. ഞാൻ അത്രയും സീരിയസ് ആയിട്ട് ഒരു മൂവി കാണുന്നുണ്ടൊരു വ്യക്തി ആയിരിക്കാം. പക്ഷേ എന്നാലും ഇപ്പം എൻ്റെ എക്സ്പെക്റ്റേഷൻസ് വളരെ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ബേസിക്കലി ദർ ഹാസ് ടു ബി കമ്മിറ്റ്മെൻറ്റ്. അതില്ലാത്ത പക്ഷം ഇനി എന്ത് ചെയ്താലും ആൾക്കാരെ തിയേറ്റേഴ്സ് കൊണ്ടുപോകണമെങ്കിൽ യു ഹാവ് ടു റെസ്പെക്ട് ദ ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ഇഫ് യു ഡോണ്ട് ഡു ദാറ്റ് യു വിൽ നോട്ട് ഗെറ്റ് യുവർ പീപ്പിൾ. പിന്നെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ ഫോൾസ് റിവ്യൂസും മറ്റേ ഓരോ ഭയങ്കര കിടിലാണെന്നൊക്കെ രീതിയിലുള്ള ഫോൾസ് റിവ്യൂസും ഫോൾസ് ടിക്കറ്റ് സെയിൽസൊക്കെ കാണിക്കാൻ. ഹൂസ് ഗോയിങ് ടു അച്ചീവ് എനിത്തിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ? ഗോഡ് ബ്ലെസ് ദി പീപ്പിൾ ഓഫ് മേഡ് ദ മൂവി. അത്ര എനിക്ക് പറയാനുള്ളൂ.